2019 ചൈനയിൽ കോവിഡ് പൊട്ടിപ്പുറപ്പെട്ട കാലഘട്ടം. അന്ന് സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും വൈറലായ ഒരു ചിത്രമുണ്ടായിരുന്നു. പെട്ടെന്നുണ്ടാക്കിയെടുത്ത ആശുപത്രി. അന്ന് ആ ആശുപത്രി ഉണ്ടാക്കിയെടുത്തത് ജർമ്മൻ ഹാങ്കർ മാതൃകയിലുള്ള ഒരു ആശുപത്രിയാണ്. അതായത് ഒരു ടെൻറ്റിൽ രോഗികളെ കിടത്താനുള്ള ആശുപത്രി. ഇന്ന് 2025 സ്കൂൾ ഒളിമ്പിക്സിൻ്റെ വേദിയിൽ ഇത്തരം ഒരു വേദി ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ്. അതെ, ജർമ്മൻ ഹാങ്കർ മാതൃകയിലുള്ള ഒരു സ്റ്റേഡിയം. ഇൻഡോർ കായിക ഇനങ്ങൾ നടത്താനുള്ള വേദി ഇല്ലാത്തതുമൂലം ഇന്ന് ഈ ജർമ്മൻ ഹാങ്കർ മാതൃകയിലുള്ള വേദിയിലാണ് ഇൻഡോർ കായിക ഇനങ്ങൾ നടക്കുന്നത്. ഇൻഡോർ കായിക ഇനങ്ങളായ ജൂഡോ, കരാട്ടെ പോലെയുള്ളവയാണ് ഇവിടെ നടത്തുക. ഇന്ന് ഈ വേദിയുടെ കോർഡിനേറ്ററും അതുപോലെ തന്നെ സംസ്ഥാന സ്കൂൾ കായികമേളത്തിൻ്റെ ജില്ലാതല കോർഡിനേറ്ററുമായ ലിജിൻ സാറ് നമുക്ക് ഈ വേദിയെപ്പറ്റി കൂടുതൽ നമ്മളോട് പറയുന്നതായിരിക്കും. സാർ, ഇത് ജർമ്മൻ ഹാങ്ങറിലുള്ള ഒരു 2 ഇൻഡോർ പന്തലുകളാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. ഇതിനകത്ത് 12 ഗെയിമുകളാണ് നടത്തുന്നത്. നമ്മളിപ്പം നിൽക്കുന്നത് ജൂഡോ നടക്കുന്ന പ്ലാറ്റ്ഫോമിലാണ്. തൊട്ടപ്പുറത്ത് കാണുന്നത് ഖോഖോയാണ്. തൊട്ടടുത്തുള്ളത് കബഡിയുണ്ട്. അതുപോലെ തന്നെ തൊട്ടടുത്ത് കരാട്ടയുണ്ട്. ഈ മത്സരങ്ങൾ കഴിഞ്ഞാൽ അടുത്ത മത്സരങ്ങളായ തൈക്കോണ്ടോ, കളരിപ്പയറ്റ്, യോഗ തുടങ്ങിയ മത്സരങ്ങൾ വീണ്ടും ഇവിടെ വരും. അതായത് 28-ാം തീയതി വരെ ഈ വെന്യൂവിൽ മാറി മാറി മത്സരങ്ങൾ വരുന്നു. എല്ലാ ഇൻഡോർ ഗെയിമുകളും ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തോടു കൂടി ആണ് ഈ ജർമ്മൻ ഹാങ്ങർ പന്തൽ ഇട്ടിരിക്കുന്നത്. നമ്മൾ മഴയുടെ ഒരു ചെറിയ ഭീഷണിയുണ്ട്, പക്ഷേ അത് നമ്മൾ അതിജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്ലാറ്റ്ഫോം തയ്യാറാക്കിയിരിക്കുന്നത്. മഴയുടെ ഒരു ഭീഷണി നമ്മളെ ബാധിക്കില്ല. അതിനു വേണ്ടിയിട്ടാണ് ഈ പ്ലാറ്റ്ഫോം ഇട്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്ന പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഒരു 1/2 അടി പൊക്കത്തിലാണ്. അപ്പം വെള്ളത്തിൻ്റെ ശല്യം ഉണ്ടെങ്കിലും നമുക്ക് ഈ പ്ലാറ്റ്ഫോമെ ബാധിക്കില്ല. അപ്പോൾ മഴയുടെ ഒരു ഭീഷണി നമ്മളെ ബാധിക്കില്ല എന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. ഇനി അങ്ങനെ ഒരു ഭീഷണി ഉണ്ടെങ്കിൽ തന്നെ അതിനൊരു പ്ലാൻ ബി ഉണ്ടെന്ന് നമുക്ക് വിദ്യാഭ്യാസ മന്ത്രി ഉറപ്പ് നൽകുന്നുണ്ട്. കായികമേളയുടെ വേദിയിൽ നിന്നും ക്യാമറ പേഴ്സൺ സാദിഖ് പാർക്കലിനോടൊപ്പം ഇസ്സത്ത് സുൽഫിക്കർ, മീഡിയ 1.